നേരെ പോകുന്നത് കായിക വിശേഷങ്ങളിലേക്കാണ്. കായിക വാർത്തകളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ആരതിയുണ്ട്. ആരതി, ഗുഡ് മോർണിംഗ്. കായിക വാർത്തകളിലേക്ക് വരുമ്പോൾ ഇന്നലെ ഇന്ത്യൻ ആരാധകർ ശ്വാസമടക്കി കണ്ട ഇന്ത്യ പാക് മത്സരത്തിന്റെ വിശേഷങ്ങൾ അടക്കം ഉണ്ടാകുമല്ലോ അല്ലേ? അതെ, തീർച്ചയായും ആ വാർത്തയിൽ നിന്ന് തന്നെയാണ് നമ്മൾ തുടങ്ങുന്നത്. ഇന്ത്യക്ക് ഇന്നലെ നല്ലൊരു ദിവസമായിരുന്നു. എന്തായാലും വളരെ വിശദമായി തന്നെ നോക്കാം. T20 ലോകകപ്പിൽ പാകിസ്ഥാനെ 61 റൺസിന് തകർത്ത് ഇന്ത്യ സൂപ്പർ 8-ൽ ഗ്രൂപ്പ് ഘട്ടത്തിലെ മൂന്നാം മത്സരത്തിൽ ഇന്ത്യ ഉയർത്തിയ 176 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാൻ 114-ന് പുറത്തായി. അർദ്ധ സെഞ്ചുറി നേടിയ ഇഷാൻ കിഷനാണ് കളിയിലെ താരം. ഓൾറൗണ്ട് പ്രകടനം. ക്രിക്കറ്റ് ആരാധകർക്ക് ഓർമ്മയിൽ വയ്ക്കാൻ പാകിസ്ഥാനെ വീണ്ടും തകർത്ത് ഇന്ത്യ. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് തുടങ്ങിയ ഇന്ത്യക്ക് അഭിഷേക് ശർമ്മയുടെ വിക്കറ്റ് തുടക്കത്തിലെ നഷ്ടമായി. സ്പിന്നർമാരെ തുടക്കം മുതൽ പ്രയോഗിച്ച പാകിസ്ഥാന് മുന്നിൽ ഇന്ത്യൻ ബാറ്റർമാർ പതിയെ കത്തിക്കയറി. ഇഷാൻ കിഷൻ പാകിസ്ഥാൻ ബൌളിംഗ് നിരയുടെ മുനയടിച്ച പ്രകടനവുമായി പ്രേമദാസ സ്റ്റേഡിയത്തെ ഹരം കൊള്ളിച്ചു. 3 സിക്സറുകൾ, 10 ബൗണ്ടറികൾ, 40 പന്തുകൾ, 77 റൺസ്. സൂര്യകുമാർ 32, ശിവം ദുബെ 27, തിലക് വർമ്മ 25. ഇന്ത്യൻ നിരയിൽ തിളങ്ങിയ ബാറ്റർമാർ ഇവരാണ്. 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 175 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ ഇന്നിംഗ്സ് അവസാനിപ്പിച്ചത്. പൊരുതി നിൽക്കാൻ കെൽപ്പ് പോലുമില്ലാതെ പാകിസ്ഥാൻ ബാറ്റർമാർ കൂടാരം കയറുന്നതാണ് പിന്നെ കണ്ടത്. ഇന്ത്യൻ ബൌളർമാരുടെ കൃത്യതയ്ക്കും കണിശതയ്ക്കും മുന്നിൽ പാകിസ്ഥാൻ ആടിയുലഞ്ഞു. ജസ്പ്രീത് ബുംറ, വരുൺ ചക്രവർത്തി, അക്സർ പട്ടേൽ, ഹാർദിക് പാണ്ഡ്യ എന്നിവർ 2 വിക്കറ്റ് വീതം വീഴ്ത്തി. കുൽദീപ് യാദവും തിലക് വർമ്മയും ഓരോ വിക്കറ്റ് എടുത്തു. പാകിസ്ഥാൻ 114-ന് പുറത്ത്. 61 റൺസിന്റെ ആധികാരിക ജയത്തോടെ സൂപ്പർ 8-ലേക്ക് കടന്ന് ടീം ഇന്ത്യയും. സ്പോർട്സ് ഡെസ്ക്, മീഡിയ 1. ഇന്നലത്തെ മത്സരത്തിൽ എടുത്തു പറയേണ്ടത് ഇഷാൻ കിഷന്റെ പ്രകടനം തന്നെയായിരുന്നു. പാകിസ്ഥാനെ തകർത്ത് സൂപ്പർ 8-ലെത്തുമ്പോൾ ഇന്ത്യക്ക് നിർണായകമായതും ഇഷാൻ കിഷന്റെ ഇന്നിംഗ്സ് ആണ്. 40 പന്തിൽ 77 റൺസാണ് ഇഷാൻ കിഷൻ അടിച്ചെടുത്തത്. ഇഷാന്റെ തുടർച്ചയായ 2ാം അർദ്ധ സെഞ്ചുറി കൂടിയാണ് ഇന്നലെ പിറന്നത്. മഴ പ്രവചിക്കപ്പെട്ട കൊളംബോയിലെ പ്രേമദാസ സ്റ്റേഡിയത്തിൽ പേമാരി പോലെ ഇഷാൻ കിഷൻ പെയ്തിറങ്ങിയപ്പോൾ ഇന്ത്യ T20 ലോകകപ്പിന്റെ സൂപ്പർ 8-ലേക്ക്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് അത്ര മികച്ച തുടക്കമല്ല ലഭിച്ചത്. ആദ്യ ഓവറിൽ തന്നെ ഇന്ത്യയുടെ വജ്രായുധമായ അഭിഷേക് ശർമ്മ റൺസൊന്നും എടുക്കാതെ ഡഗ്ഔട്ടിലേക്ക്. അഭിഷേകിന് വേണ്ടി പഠിച്ചെത്തിയ പാക് ബൌളർമാർക്ക് മുന്നിൽ ഇഷാൻ കിഷൻ പ്രത്യക്ഷപ്പെട്ടു. അഭിഷേക് പുറത്തായതിനു പിന്നാലെ ഇഷാന്റെ കടന്നാക്രമണം. സ്പിന്നിനെ അമിതമായി തുണച്ച പ്രേമദാസ സ്റ്റേഡിയത്തിലെ പിച്ചിലും ഇഷാന് മുന്നിൽ പാക് ബൌളർമാർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. 40 പന്തിൽ നിന്ന് ഇന്ത്യയുടെ പോക്കറ്റ് ഡൈനമോ അടിച്ചെടുത്തത് 77 റൺസ്. 27 പന്തിൽ അർദ്ധ സെഞ്ചുറി. ഇന്നിംഗ്സിൽ എണ്ണം പറഞ്ഞ 3 സിക്സറുകളും 10 ഫോറും. പവർ പ്ലേയിൽ മാത്രം അടിച്ചുകൂട്ടിയത് 42 റൺസ്. മുൻനിര ബാറ്റർമാരെല്ലാം നിരാശപ്പെടുത്തിയപ്പോൾ ഇഷാന്റെ ഒറ്റയാൾ പോരാട്ടമാണ് ഇന്ത്യക്ക് 175 റൺസ് എന്ന മികച്ച സ്കോർ സമ്മാനിച്ചത്. വിരാട് കോഹ്ലി, ഗൗതം ഗംഭീർ, റോബിൻ ഉത്തപ്പ എന്നിവർക്ക് ശേഷം T20 ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ അർദ്ധ സെഞ്ചുറി നേടുന്ന 4ാമത്തെ ഇന്ത്യൻ താരമാണ് ഇഷാൻ കിഷൻ. ഇന്ത്യ പാകിസ്ഥാൻ T20 മത്സരങ്ങളിലെ ഏറ്റവും വേഗമേറിയ 3ാമത്തെ അർദ്ധ സെഞ്ചുറി എന്ന നേട്ടവും ഇഷാൻ സ്വന്തമാക്കി. സ്പോർട്സ് ഡെസ്ക്, മീഡിയ 1. നമുക്കറിയാം, ഒരുപാട് അനിശ്ചിതത്വങ്ങൾക്കും വിവാദങ്ങൾക്കും ഒടുവിലാണ് ഇന്നലെ ഇന്ത്യ പാക് മത്സരം നടന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനോട് ജയിക്കുക എന്നത് ഒരു അഭിമാന പ്രശ്നം കൂടിയായിരുന്നു. എന്തായാലും ഇന്ത്യ ആ അഭിമാനം നേടിയിട്ടുണ്ട്. ഇന്ത്യ വലിയ വിജയമാണ് പാകിസ്ഥാനെതിരെ നേടിയിരിക്കുന്നത്. പക്ഷേ ഈ ലോകകപ്പ് പോരാട്ടത്തിൽ ഇന്ത്യയോട് പരാജയപ്പെട്ടതിന് പിന്നാലെ പാകിസ്ഥാനിൽ ആരാധകരോഷം അണപൊട്ടുകയാണിപ്പോൾ. 61 റൺസിനാണ് പാകിസ്ഥാൻ ഇന്ത്യയോട് തോൽക്കുന്നത്. ടീമിന്റെ ഈ പടുകൂറ്റൻ തോൽവി ഇപ്പോൾ പാക് ക്രിക്കറ്റ് പ്രേമികളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പരാജയങ്ങളിലൊന്ന് ഏറ്റുവാങ്ങിയ പാക് ടീമിനോടുള്ള പ്രതിഷേധ സൂചകമായി ആരാധകർ ടെലിവിഷൻ സെറ്റുകളൊക്കെ തല്ലി തകർക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നാണക്കേടും ആഘാതവും കൊണ്ട് സംസാരിക്കാൻ പോലും കഴിയുന്നില്ല എന്നൊക്കെയാണ് TV തല്ലി തകർത്ത ആരാധകരുടെ എന്താ പറയുന്ന പ്രതികരണം ഉണ്ടായിരുന്നത്. സ്റ്റേഡിയത്തിന് പുറത്ത് പാക് ആരാധകർ നിരാശയോടെ തന്നെയാണ് പ്രതികരിച്ചത്. ഇതൊരു പതിവ് കാര്യമായി മാറിയിരിക്കുന്നു എന്നും ബുംറയെയും ഹാർദിക്കിനെയും നേരിടാൻ ഞങ്ങളുടെ പക്കൽ മറുപടി ഇല്ലെന്നുമാണ്
പാക് ടീം ആരാധകർ പ്രതികരിച്ചത്. ടീം ഇന്ത്യ എപ്പോഴും മികച്ച രീതിയിൽ ഹോംവർക്ക് ചെയ്താണ് വരുന്നതെന്നാണ് പാക് ആരാധകരുടെ കണ്ടെത്തൽ. അതുപോലെ മുൻപ് ഇന്ത്യക്കെതിരെ ആധിപത്യം പുലർത്തിയിരുന്ന പാകിസ്ഥാന് കഴിഞ്ഞ 25 വർഷമായി ഇന്ത്യക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പോലും ആകുന്നില്ല എന്നതും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയാണ്. പാകിസ്ഥാൻ എന്തായാലും ഇന്നലെ അത്ര നല്ല ദിനമൊന്നും അല്ലായിരുന്നു. റൈസിംഗ് സ്റ്റാർ ഏഷ്യ കപ്പിലും ടീം ഇന്ത്യയോട് പാകിസ്ഥാൻ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. പാകിസ്ഥാനെതിരെ വമ്പൻ വിജയമാണ് ഇന്ത്യൻ വനിതകൾ ഇന്നലെ സ്വന്തമാക്കിയത്. 2020 ലോകകപ്പിലെ ഇന്ത്യ പാക് പോരാട്ടം നടക്കുന്നതിന് തൊട്ടു മുൻപാണ് പാകിസ്ഥാൻ വനിതാ ടീമിനെതിരെ ഇന്ത്യ 8 വിക്കറ്റ് വിജയം നേടിയത്. മത്സരത്തിൽ ടോസ് നേടിയ പാകിസ്ഥാൻ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. എന്നാൽ പ്രതീക്ഷിച്ച തുടക്കമല്ല പാകിസ്ഥാൻ ലഭിച്ചത്. 41 റൺസ് എടുക്കുന്നതിനിടെ 6 മുൻനിര വിക്കറ്റുകൾ നഷ്ടമായ പാകിസ്ഥാന് പിന്നീട് ഒരു തിരിച്ചുവരവ് സാധ്യമായില്ല. 18.5 ഓവറിൽ 93 റൺസ് എടുത്ത പാകിസ്ഥാൻ പുറത്താവുകയായിരുന്നു. മറുപടി ബാറ്റിംഗിൽ 10.1 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ വിജയം ഉറപ്പിക്കുകയായിരുന്നു. 29 പന്തിൽ 55 റൺസ് എടുത്ത് പുറത്താകാതെ നിന്ന ഓപ്പണർ ദിനേശ് വൃന്ദയാണ് ഇന്ത്യക്ക് അനായാസ വിജയം സമ്മാനിച്ചത്. ഇനി 2020 ലോകകപ്പിൽ ഇന്ന് 3 മത്സരങ്ങളാണുള്ളത്. രാവിലെ 11 മണിക്ക് അഫ്ഗാനിസ്ഥാൻ UAE നേരിടും. വൈകിട്ട് 3 മണിക്ക് ഇംഗ്ലണ്ട് ഇറ്റലി മത്സരം നടക്കും. ഇന്ന് ജയിച്ചാൽ ഇംഗ്ലണ്ടിന് സൂപ്പർ 8-ലെത്താം. രാത്രി 7-ന് നടക്കുന്ന മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്ക് ശ്രീലങ്കയാണ് എതിരാളികൾ. ഗ്രൂപ്പിൽ 1-മതാണ് ശ്രീലങ്ക. സിംബാബ്വേയോട് തോറ്റാണ് ഓസീസ് എത്തുന്നത്.